ഇത് നാടൻ കായാണ് കേട്ടാ. നമ്മുടെ സന ബേബിയുടെ തീർന്നു. അത് കുറച്ച് മതി, എല്ലാം വേണ്ട. അത് റെഡിയാക്കാം, ബാക്കി നമുക്ക് പഴുക്കാൻ വയ്ക്കാം. ഓ, എനിക്കൊരാൾ ചക്കരാന്ന് പറഞ്ഞു. ആരാണോ? നമ്മളെന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. പഴുത്ത ചക്കയാ? ചക്ക സീസണായ ആയില്ല. അവരെ വീട്ടിൽ 5-6 ചക്ക പിടിച്ച്. ഒന്ന് ഒരു പറിച്ചെന്ന് പറഞ്ഞ് പിന്നെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ ഇത് പഠിക്കാൻ ഇത് കായ്ക്കത് പോലെ ഇങ്ങനത്തെ. എന്തായാലും ഇൻഷാല്ലാ ഇപ്രാവശ്യം ഞാൻ ഇതിന്റെ തോല് കളയാതെ വട്ടത്തിലരിഞ്ഞിട്ട് ഉണക്കണം. ഇത് 2 മതിയെ പഴുപ്പിക്കാനാ? 2 വേണ്ട, ഒരെണ്ണം മതി. പെട്ടെന്ന് തീരുല്ലേ? എന്നാലും അപ്പോഴേക്ക് വേറെ കിട്ടും. മതി, ബാക്കി പഴുപ്പിക്കാം. ഓക്കെ. പുതിയൊരു കട്ടിങ് അറിയാം എനിക്ക്. ഇങ്ങനെ അറിയോ? ഇങ്ങനെ ഒരു നൈഫ് കിട്ടും, ഇങ്ങനെ ഗ്രൂവായിട്ട് എടുത്ത് കളയുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതിങ്ങനെ പ്ലഗ് ചെയ്ത് ഇങ്ങനെ ഗ്രൂവ് പോലെ കൂടുതൽ വേസ്റ്റ് ആകത്തും ഇല്ല, എന്നാൽ ഈ നാരൊക്കെ പോവുകയും ചെയ്യും. പൈനാപ്പിൾ നല്ല മുളക് ഉപ്പൊക്കെ ചേർത്ത്. പക്ഷേ എനിക്ക് ജോലി വരും താമസിയാതെ. ചക്ക സീസൺ വരാറായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയാൽ വാങ്ങിക്കും. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വയ്യ. മറ്റേ നമ്മൾ ഗ്രൂവിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി, വെറുതെ ഇങ്ങനെ. എന്താ ചെറുത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇത് എന്താ അടിപൊളി അല്ലേ? എത്രയും വേസ്റ്റായാണ്. നല്ല മുളക്, ഉപ്പ്, ഗരം മസാല എന്നല്ല മുളക്, ഉപ്പ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നമ്മളെ വ്യൂവേഴ്സിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം? ഞാൻ പറഞ്ഞ മാതിരി നല്ല നമ്മൾ ബീച്ചിലൊക്കെ കിട്ടണ മാതിരിയുള്ള സൈസ് മതിയോ? കഴിച്ചോട്ടെ, മധുരം ഉണ്ടാകുന്നു. മധുരമുണ്ട്, ഓവർ മധുരമല്ല, കണക്കിനുള്ള മധുരമുണ്ട്. കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ തിന്നാൻ എളുപ്പമാണ് അല്ലേ? ഇഷ്ടമാണ് തിന്നാൻ. ആരെങ്കിലും ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് തരാനുണ്ടെങ്കിൽ അതിനാണ് എല്ലാവരും പറഞ്ഞത് പെണ്ണ് കെട്ടണമെന്ന്. ഇപ്പം തിരിച്ചു പറയും അല്ലേ? വെള്ളം അതിലുണ്ട്. ഇതിഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ട്? ഇവിടുത്തെ പിള്ളേരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഭാബിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സംഭവം ഇപ്പം സമാപ്തമാവും. ഇതിപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് എനിക്ക് 2-3 ദിവസം മുൻപ് വന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ 2-3 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു. നല്ല പ്രോഡക്റ്റ് ആയിരുന്നല്ലേ അത്?
നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് 10 ഇഞ്ചിൻ്റെ തവയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ദോശയൊക്കെ നമുക്കിതിൽ ചുട്ടെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ടോക്സിൻ ഫ്രീ ആണ്. ഭക്ഷണത്തെ അയൺ കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന പാത്രങ്ങളാണിത്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് കടായിയാണ്. നല്ല താഴ്ചയുണ്ട് ഇതിന്, കണ്ടോ. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂട്ടുകയും ചെയ്യുന്നു. നാച്ചുറൽ ആയിട്ടുള്ള നോൺ സ്റ്റിക്കാണിത്. പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാസ്റ്റ് അയണിലൊക്കെ കുക്ക് ചെയ്യുമ്പം നമ്മളുടെ ആരോഗ്യപരമായ കാര്യത്തിന് വളരെ നല്ലതാണ് കാസ്റ്റ് അയണിലെ കുക്കിങ് വന്നിട്ട്. ഇത് കണ്ടോ, ഇതൊരു സ്കില്ലറ്റാണ്, അടിപൊളിയുണ്ടോ. ഇപ്പം നമുക്ക് മുട്ട റോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് കണ്ട തടുക്ക പാനാണിത്. ഇത് വന്നിട്ട് നമ്മൾ ഈ താളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാനാണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടേ വുഡൻ ഹാൻഡിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല. താളിച്ചിടാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ SALU12 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം എനിക്ക് വന്നിരിക്കുന്നത്. എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. അപ്പം നമ്മൾക്കിപ്പോൾ കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടിട്ടില്ലേ, ആദ്യം നമ്മൾ ഈ തേച്ച് കഴിയുമ്പോൾ കുറച്ച് കറുത്ത ബ്ലാക്ക് കളറിലെ അഴുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നല്ല വൃത്തി ഒരു 2-3 പ്രാവശ്യം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. അകവും പുറവും ഒക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പം എന്താ ഇത് കണ്ടോ, ഇത് ഈ സൈഡും എല്ലാം നല്ലതുപോലെ ഉരച്ച് കഴിയണം. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിപ്പം പ്രീ സീസൺ ചെയ്ത പാൻ ആണല്ലോ. അപ്പം എന്നാലും നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് സീസണിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാനിങ്ങനെയാണ് പ്രീ സീസൺ ചെയ്ത പാനും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മയക്കിയെടുത്ത ശേഷമേ കുക്ക് ചെയ്യാറുള്ളൂ. അത് എനിക്ക് എന്നാലേ മനസ്സിനൊരു തൃപ്തിയുള്ളൂ. അപ്പം ഞാനിത് അടുപ്പത്തേക്ക് വെച്ചു, തീ ഓൺ ചെയ്ത ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് തോലോട് കൂടിയിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഒരുപാട് സവാളയും അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ മറ്റ് കാര്യങ്ങളൊന്നും ചേർത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പ്രീ സീസൺ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇത് മയക്കിയിരിക്കുന്ന ചട്ടി തന്നെയാണ്. പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ബലത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ആ സവാള എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്കിത് പാനിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കണം, കണ്ടോ. അപ്പോൾ ആ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യത്തില്ല കേട്ടോ. മാറ്റിയ ശേഷം ഇതേ പാൻ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റിയ ശേഷം നമ്മളിത് വാഷ് ചെയ്തെടുക്കേണ്ട, തുടച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോയേ ചെയ്തത് കേട്ടോ. അപ്പം സീസണിങ് ചെയ്യാത്ത പാനാണെങ്കിലും ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇത് മയക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം മുട്ട എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മൾ ഇത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം, ഇതുപോലെ. അപ്പം ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലതുപോലെ ചൂട് നിൽക്കുക. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മുട്ട ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ഈ മുട്ട ഇതിൽ നിന്ന് മാറ്റാണ്. ഈ മുട്ട ഞാനിപ്പോൾ ഉപയോഗിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് ഇതിപ്പോൾ വാഷ് ചെയ്തിട്ട് സവാള വഴറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തതല്ലേ. അപ്പം ഇനിയാണ് ശരിക്കും നമ്മൾ കുക്ക് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷം എൻ്റെ കയ്യിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇന്നിപ്പം ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ദോശ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് വെജീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും സവാളയും തക്കാളിയും കൂടിയാണ് കേട്ടോ. അപ്പം നല്ലൊരു കളർഫുൾ ഊത്തപ്പം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചട്ടുകം ഇങ്ങനെ ചുറ്റിച്ചപ്പോൾ തന്നെ നോൺ സ്റ്റിക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ശരിക്ക് നോൺ സ്റ്റിക്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. അടിപൊളിയുണ്ട് കേട്ടോ.
പിന്നെ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചുട്ടെടുക്കുമ്പോഴും ഇതുപോലെ ഓയിൽ തടവണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം അടുത്ത് ഞാൻ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷം വീണ്ടും മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ചുറ്റിക്കണ്ട. നമ്മൾ ഊത്തപ്പൊക്കെ കിട്ടുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ ഒരു ടൈപ്പിലാണ് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കാം, അല്ല കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതുപോലെ ഉണ്ടാക്കാം. അപ്പം വെറൈറ്റി രീതിയിലുള്ള ഊത്തപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ രണ്ടാമത്തെ ദോശയും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം, കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഊത്തപ്പം ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ പറയണേ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ ചായ കുടിക്കുകയാണ്. സാധാരണ കാപ്പി കഴിക്കുന്ന നേരത്താണ് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പം ചായ ഞങ്ങൾ അതിൻ്റെ ഒപ്പം കുടിച്ചിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ചായ ഇട്ടിട്ട് വന്നിരുന്നത്. കാരണം ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന ടൈമിലാണ് രണ്ടുപേരും ഇങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കണത്. ഇന്ന് അങ്ങനെയും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്നും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ, ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ചില ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കുണ്ട് ഇതാ നമ്മളുടെ പൂക്കളൊക്കെ നിൽക്കുന്നെങ്കിലും ഇടയ്ക്കുള്ള ചെറുതായിട്ടൊരു വാടി നിൽക്കുന്നോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. ഇനി ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസാറിക്കായും സനമോളും ഒക്കെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സനമോളെ ഞാൻ എപ്പോഴും പറയത്തില്ലേ, രാവിലെ തന്നെ നമ്മൾ കുളിപ്പിക്കുന്നത്. അപ്പം എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം നിർത്തിയിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് രണ്ടുപേരും ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇപ്പം സനമോൾക്ക് ഇങ്ങനെ കൂടി ഇരുന്ന് കളിക്കണം. അതുപോലെ ഇപ്പം അവളിങ്ങനെ പിച്ച വച്ച് നടന്നു തുടങ്ങി കേട്ടോ. 2 സ്റ്റെപ്പ് ഇങ്ങനെ കാല് വെക്കും, എന്നിട്ട് അങ്ങ് ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു പതിവെന്ന് പറയുന്നത് കേട്ടോ. അവൾക്ക് പിന്നെ എപ്പോഴും നിസാർക്കായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും പിന്നെ അവളുടെ കൂടെ കളിച്ചിട്ടേ ഉള്ളൂ നിസാർക്കയ്ക്ക് ബാക്കി കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൊച്ചു പിള്ളേരെ നമ്മളിങ്ങനെ വെച്ച് കളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് രസമാണല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സനമോളുടെ കൂടെ നമ്മൾ ആരെങ്കിലും ഒരാൾ നിൽക്കണം, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാര്യം അവളിങ്ങനെ ഈ നടന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ അതുപോലെ സ്പീഡിന് ഇഴയും കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ വലിഞ്ഞു കയറല്, അതുപോലെ ഇതുപോലെ ഈ സൈക്കിളിൻ്റെ മുകളിൽ കയറല്, ടീപ്പോയിൽ വലിഞ്ഞു കയറല്, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ അവൾക്ക് ഒരു ഈച്ചവടി കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പിടിച്ചു വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും കൊണ്ട് നടക്കട്ടെ എന്നിരുന്നു. അതും കൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ വന്നങ്ങിരിക്കും. അപ്പോൾ അവൾ അവിടെ ഇരിക്കണോണ്ടാണ് നിസാറിക്കായും അവിടെ തന്നെ ഇരിക്കണം. നിസാറിക്ക താഴെ വന്നിരുന്ന് നോക്കാണ്. അപ്പോഴേക്ക് അവളും ഇതുപോലെ വന്നിരിക്കും കേട്ടോ. പിന്നെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിലൊക്കെ വലിഞ്ഞ് കയറി കളയും. അപ്പം നമുക്ക് അത് കാണുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഫാബിമോളുടെ അടുത്തും പറയും എപ്പോഴും സനമോളുടെ കൂടെ ഇരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇതുപോലെ ഈ സൈക്കിൾ കിടക്കണമെങ്കിൽ ചില സമയം ഈ സൈക്കിളിൻ്റെ മുകളിൽ കയറിയിട്ട് ടീപ്പോയിൽ കയറാനൊക്കെ നോക്കും. അപ്പോഴൊക്കെ വീണ് കഴിഞ്ഞാൽ കയ്യും കാലും ഒക്കെ മുറിയത്തില്ലേ. അപ്പോൾ അത് കാരണം ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ശരിക്കും അവളുടെ കളിക്കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിസാറിക്ക തന്നെയാണ് കേട്ടോ. സൽമാൻ നിൽക്കുന്ന സമയം വളരെ കുറവല്ലേ, അവൻ ജോലിക്ക് പോകുന്നു. പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ വരുന്നത്. അപ്പം ആ സമയം അവന് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം ഇന്നത്തെ നമ്മളുടെ ലഞ്ച് എന്ന് പറയുന്നത് 2 വെറൈറ്റി സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടി വരുമ്പോഴേക്ക് ഞാൻ രാവിലെ കാണിച്ചില്ലേ നമ്മളുടെ സനമോൾക്ക് വേണ്ടിയിട്ട് ഏത്തക്കായ ഉണക്കാൻ വെച്ചത്. അപ്പോൾ ആ ഏത്തക്കായുടെ തോല് കളഞ്ഞിട്ടില്ല, അത് ഇതുപോലെ അരിഞ്ഞെടുത്ത് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ തോലാണിത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഏത്തക്ക തോല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ തോരൻ വെച്ചപ്പോൾ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തക്ക് ചെറുപയർ ഇട്ടൂടെ എന്നുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് ചെറുപയർ ഇടുന്നില്ല, കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. ഇനി ചെറുപയറും കൂടെ ഇടുമ്പോഴേക്ക് കുറച്ചുകൂടി അധികമായി പോകും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പം നിങ്ങൾ ഈ ഏത്തക്കായുടെ തോലിൻ്റെ ഒപ്പം വേറെ എന്തൊക്കെ ചേർക്കും എന്നുകൂടി പറയേട്ടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചെടുത്തത്. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നല്ല നാടൻ കായാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 2.5 കൈപ്പിടി തേങ്ങയും ഒരു 3 ചുവന്നുള്ളിയും ഒരു 3 വെളുത്തുള്ളി അല്ലിയും ഒരു 2 പച്ചമുളകും പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അത് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്ക് ഇത് അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തോല് ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് നമ്മളുടെ ഏത്തക്ക തോലെന്ന് പറയുന്നത്. വീണ്ടും ഞാനിത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് നമുക്ക് ഈ അരപ്പുമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിലർ ഞാനിങ്ങനെ മോക്ക് ഏത്തക്കാപ്പൊടി ഈ പച്ച ഏത്തക്കയിൽ ഉണ്ടാക്കാൻ കണ്ടപ്പോഴേ പറഞ്ഞ് വേറെ ഏതോ ഒരു കായുടെ പേര് പറഞ്ഞു അതാണ് കൊടുക്കുന്നതെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതവിടെ റെഡിയാവുന്ന നേരത്തെ ഞാൻ ഇതാ ചെമ്മീന്, ഉണക്ക ചെമ്മീനാണ് കേട്ടോ, തലയില്ലാതെ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഇതാ ഇതുപോലെ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. അപ്പം ആ മണം വരുമല്ലോ, റോസ്റ്റായി വരുമ്പോൾ ഉള്ള ആ ഒരു ടൈം വരെ നമ്മളിത് വറക്കണം. അപ്പം ഇതിനിടയിൽ നമ്മളുടെ തോരൻ എന്തായെന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ പച്ചക്കായയുടെ തോല് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഭയങ്കര ഗുണമുള്ളതും കൂടിയാണ്. ഇത് കഞ്ഞിക്കൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എത്ര പേർക്ക് എത്ര പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൂടി പറയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ തോരൻ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഒരു മോരുകറിയും ഈ ഒരു തോരനും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. അപ്പം അത് മാറ്റി വെച്ച ശേഷം നമ്മൾ ഈ വറുത്ത ഈ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, അതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം തലയല്ല നമ്മൾ ഉണക്ക ചെമ്മീനാണ് എടുക്കണമെങ്കിൽ ഈ വറുത്ത ശേഷം തല അതിൽ നിന്ന് മാറ്റണം കേട്ടോ. അങ്ങനെ വറുത്ത ശേഷം മാറ്റാൻ പറയുന്നതിൻ്റെ കാര്യം പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പാക്കറ്റിൽ വാങ്ങിച്ചത് കൊണ്ട് തന്നെ അത്ര അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ബ്രാൻഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കഴുകുമ്പോൾ തന്നെ അങ്ങനെ അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും നമ്മളിത് 2-3 വെള്ളത്തിൽ നല്ല വൃത്തിയൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറിക്കിട്ടാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം അത്ര ചെറുതല്ലാത്ത ഉണക്ക ചെമ്മീനാണിത്. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഇതാ ഒരു 3 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വാഷ് ചെയ്ത ചെമ്മീനുണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കണം, നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഒരു 2 ചുവന്നുള്ളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും, പിന്നെ പുളിവെള്ളം, ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇതും മഷി പോലെ അരയേണ്ട ആവശ്യമില്ല, പൾസ് ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ. മഷി പോലെ അരച്ചു കഴിഞ്ഞാൽ അതിനത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു രീതിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കുറച്ച് കടുകും കൂടി പൊട്ടിക്കണം. പിന്നെ ഇതാ 8-10 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് 2 പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇതാ പച്ചമുളകും നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ തൊണ്ടമുളകിന് അത്ര എരിവില്ലാത്ത കാരണം അല്ലാത്ത പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കൈപ്പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പം ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ആ സമയത്ത് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ നമുക്ക് ഇതുപോലെ ഉള്ളിയിൽ കിടന്ന് വഴലുമ്പോഴും നല്ല മണമാണ്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 6-7 മിനിറ്റിന് ശേഷം ഞാൻ മൂടി മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ. അപ്പോൾ ആ ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ഈ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം.
കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് ഈ ഒരു കറിക്ക് ഉള്ളത് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരുന്നൊന്ന് വേകണം കേട്ടോ. അതിനുശേഷം ഞാൻ അടപ്പ് മാറ്റിയിട്ട് എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി തോരനാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെമ്മീൻ കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അതല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നവർക്കെല്ലാം അതും കൂടി മനസ്സിലാക്കാമല്ലോ. എന്തായാലും സൂപ്പറാണ്, ചോറിന് പറ്റിയൊരു അടിപൊളി വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ 2 വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗോ ഇട്ടൊക്കെ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.